ഹായ് ഹലോ റബ്സോളി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഓട്ടോമൊബൈൽ ന്യൂസിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ആ ഒരു ബ്രേക്ക് കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ജാനുവരി മന്തിൽ തന്നെ കംപ്ലീറ്റ് ന്യൂസ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാം. ബട്ട് ഇൻട്രസ്റ്റിംഗ് ന്യൂസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ KTMൻ്റെ ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. KTMൻ്റെ RC390 തേർഡ് ജനറേഷൻ RC390യുടെ സ്പൈക്ക് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനിൽ നിന്നും കംപ്ലീറ്റ്ലി വ്യത്യാസമായിട്ടാണ് അവർ തേർഡ് ജനറേഷൻ വന്നിരിക്കുന്നത്. ഡിസൈൻ വൈസ് കുറച്ചുകൂടി ഷാർപ്പ് ആൻഡ് സ്ലീക്കർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നേരിട്ട് പറയാമല്ലോ. കംപ്ലീറ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പുതിയ ഡിസൈൻ. പിന്നെ വേറെ ചേഞ്ചസ് നോക്കുമ്പോൾ ഇപ്പോൾ റൺ ചെയ്യുന്ന ആ 273cc സിംഗിൾ സിലിണ്ടർ എൻജിൻ മാറ്റി അവർ പുതുതായിട്ട് നമ്മുടെ Gen 3 390ൽ വരുന്ന ILC4C അതായത് 399cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിനിലോട്ട് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. വേറെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ 6 ആക്സിസ് IMU കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഫ്രണ്ട് വീൽ ലിഫ്റ്റോ, സ്ലൈഡ് കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ എന്നിങ്ങനെ കുറേ ഫീച്ചേഴ്സും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അവരുടെ പുതിയ തേർഡ് ജനറേഷൻ RC390 വരുന്നത്. എന്തായാലും ഫോട്ടോയിലൊക്കെ കാണുന്ന വെച്ച് നോക്കുമ്പോൾ RC390 ലുക്സ് വളരെ ശോകമാണ്. നമുക്ക് എന്തായാലും നേരിട്ട് കണ്ടിട്ട് തീരുമാനിക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന അത്ര ശോകമാണോ നേരിട്ട് കാണാനെന്ന്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ KTMൻ്റെ സൈഡിൽ നിന്നുള്ള ന്യൂസൊക്കെ. പിന്നെ നമുക്ക് കുറേയേറെ ലോഞ്ചസ് ഒക്കെ നമുക്ക് ഈ ജാനുവരിയിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കവാസാക്കിയുടെ SX1000 അതായത് 1000 SX എന്നൊരു അഡ്വഞ്ചർ അല്ല, ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഒരു 13,49,000 രൂപയ്ക്കാണ് അവർ എക്സ്ഷോറൂം പ്രൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലോട്ട്. എന്താണ് നമ്മുടെ പഴയ SX 1000ൻ്റെ ഒരു സക്സസർ മോഡൽ എന്ന രീതിയിലാണ് SX1100 1100cc ആണ് ഇത്തവണ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എൻജിൻ വൈസ് നോക്കുമ്പോൾ അവർ 1099cc ഇൻലൈൻ 4 ലിക്വിഡ് കൂൾഡ് എൻജിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 135 bhpയും ഒരു 130 Nm ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിൻ കൂടിയാണ് നമ്മുടെ ഈ SX1000 ഈ പേര് പിടിക്കാൻ ഭയങ്കര പാടാണ്. SX1100 വരുന്നത്. എന്തായാലും ബൈക്ക് കാണാനൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഒരു സ്പോർട്സ് ഒരു ടൂറിംഗ് മോട്ടോർ സൈക്കിളാണ്. എന്തായാലും വരട്ടെ. പിന്നെ നമുക്ക് കവാസാക്കിയുടെ സൈഡിൽ നിന്ന് തന്നെ അവിടുത്തെ ഒരു ലോഞ്ച് ഉണ്ട്. ഓൾറെഡി ലോഞ്ച് ആയി കഴിഞ്ഞു. നമ്മുടെ KLX 230 എന്ന ഡ്യുവൽ സ്പോർട്ട് ബൈക്ക് ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ കുറേ റിവ്യൂസൊക്കെ യൂട്യൂബിൽ നിന്ന് കാണാനും സാധിക്കുന്നുണ്ട്. ഒരു 3,30,30,000 രൂപയ്ക്കാണ് ഇന്ത്യൻ എക്സ്ഷോറൂം പ്രൈസ് അവർ കോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു 233cc എയർ കൂൾഡ് എൻജിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 19.7 bhpയും 20 Nm ഓഫ് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എൻജിൻ. ലുക്ക് വൈസ് ഇതൊരു ഡ്യുവൽ സ്പോർട്ട് ബൈക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം 25 അലോയ് വീൽസാണ് ഫ്രണ്ടിൽ, 21 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് ഫ്രണ്ടിൽ വരുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസാണ് റിയർ സൈഡിലും വരുന്നത്. ഇതൊക്കെ തന്നെയാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. ബാക്കി റിവ്യൂസൊക്കെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്, മലയാളത്തിലും അവൈലബിൾ ആണ്. വേറെ ഒരു കിട്ടിലെ ലോഞ്ച് എന്ന് പറയുമ്പോൾ ഹീറോയുടെ Xtreme 250R എന്ന് പറയുന്ന ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിനായിട്ടുള്ള വരുന്ന ഹീറോയുടെ ഒരു കിട്ടിലെ നേക്കഡ് സ്പോർട്സ് ബൈക്ക് വന്നിട്ടുണ്ട്. ലുക്ക് വൈസ് ഒന്നും ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹീറോയ്ക്കൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ഹീറോയെന്ന് ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നുള്ളൊരു കോട്ടോടെയാണ് അവരുടെ ഹീറോ Xtreme 250R ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ല. എൻജിൻ വൈസ് വരുന്നത് ഒരു 250cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. 250cc ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു എൻജിനായിരിക്കും. പിന്നെ എന്തുവാ പറയുക, കുറേയേറെ ടെക്നോളജി ഇലക്ട്രോണിക് വൈസ് ആയാലും എങ്ങനെ നോക്കിയാലും Xtreme 250R അത്യാവശ്യം നല്ലൊരു ബൈക്ക് തന്നെയാണ്. ഒരു 1,80,000 രൂപയ്ക്കാണ് അവർ എക്സ്ഷോറൂം പ്രൈസായിട്ട് നോക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹീറോയുടെ തന്നെ ഒരു Xpulse 210 അതായത് നമ്മുടെ പഴയ ഹീറോ Xpulseൻ്റെ എൻജിൻ വൈസ് കുറച്ചുകൂടി ഒന്ന് ബിഗർ സൈസാക്കി ഒരു 210cc എൻജിനോടെയാണ് പുതിയ Xpulse 210 വന്നിരിക്കുന്നത്. അതും ഓൾമോസ്റ്റ് ഈ പ്രൈസിങ് തന്നെയാണ്. ഒരു 1,76,000 റുപ്പീസിനാണ് ഹീറോ Xpulse കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി എൻജിൻ സൈസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് തന്നെ ആ 5 സ്പീഡ് ഗിയർ ബോക്സ് മാറ്റി അവരൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഹീറോ Xpulseലോട്ട്. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. വേറെ പുതിയ ലോഞ്ചസ് നോക്കുമ്പോൾ ഹോണ്ടയുടെ സൈഡിൽ നിന്ന് 2 ബൈക്കിൽ ഇന്ത്യൻ ലോഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണെന്നല്ലേ, നമ്മുടെ ഹോണ്ട CB650R അതായത് നേക്കഡ് വേർഷൻ ആയിട്ടുള്ള ഹോണ്ട CB650Rഉം പിന്നെ അതിൻ്റെ തന്നെ ഫെയർഡ് വേർഷൻ ആയിട്ടുള്ള CBR650Rഉം ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
നേക്കഡ് വേർഷൻ CB650R, അതായത് CB650R വരുന്നത് 9,20,000 രൂപയ്ക്കാണ്. അതിൻ്റെ തന്നെ ഫേഡ് വേർഷനായിട്ടുള്ള ഹോണ്ട CBR650R വരുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്. ഹോണ്ട CBR650R ഒരു രക്ഷയില്ല ലുക്ക് വൈസ് അത് കാണാൻ. ഒരു രക്ഷയെന്നല്ല പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു കില്ലിങ് ഡിസൈനാണ് നമ്മുടെ ഹോണ്ട CBR650R കൊണ്ടുവന്നിരിക്കുന്നത്. ലുക്ക് വൈസ് ഒന്നും ഒരു രക്ഷയില്ല. എന്തായാലും മാർക്കറ്റിലോട്ടൊക്കെ വരട്ടെ, കേരളത്തിലോട്ട് വരട്ടെ, റിവ്യൂ ചെയ്യാൻ കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഹോണ്ടയുടെ സൈഡിൽ നിന്നുള്ള ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ഹിമാലയൻ്റെ 750, അതായത് കേട്ടത് കറക്റ്റാണ്, പഴയ 650 എൻജിൻ അവർ ഉപയോഗിച്ച് മടുത്തെന്ന് തോന്നുന്നു. ഹിമാലയൻ, അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 750യുടെ സ്പൈ പിക്ചേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി ഓൺലൈനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എൻജിൻ വൈസ് ചെയ്യുന്നത് ആ പഴയ 650cc പാലറ്റിൻ്റെ എൻജിൻ മാറ്റി അവർ കുറച്ചുകൂടി CC വൈസ് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ ഒരു 750cc എൻജിനിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ ഒരു ട്വിൻ ഡിസ്ക് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ട്വിൻ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. പിന്നെ USD ഫോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ ഒരു 4.5 ഇഞ്ച് മീറ്റർ കൺസോളൊക്കെ കാണാൻ സാധിക്കുന്നു. എന്നിങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പ്രോപ്പർ അപ്ഡേറ്റ് നമുക്ക് വരുന്നൂടെ. ഇത് എന്തൊക്കെയാണ് പുതുതായിട്ട് ഹിമാലയൻ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. വേറെ അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ ഒരു ഡിസ്കണ്ടിന്യൂയിങ്, അതെ ബജാജിൻ്റെ നമ്മുടെ F250 എന്ന ബൈക്ക്, നമ്മുടെ N250യുടെ കൂടെ ഇറങ്ങിയത് എൻ്റെ സഹോദരൻ എന്ന് പറയാൻ പറ്റുന്നത് F250 ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. വേറെ നോക്കുമ്പോൾ നമ്മുടെ പ്ലാറ്റിന 100 ABS വേർഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. പിന്നെ CX 125, അതോ CX ആണോ CR ആണോ, ഒരു 125cc കമ്മ്യൂട്ടർ ബൈക്സ് ഓൾറെഡി ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ബൈക്ക് ബജാജിൻ്റെ സൈഡ് കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബജാജിൻ്റെ സൈഡിൽ നിന്നുള്ള ന്യൂസ്. നോക്കുമ്പോൾ നമ്മുടെ ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല എക്സൈറ്റിംഗ് ന്യൂസസ് ഉണ്ട്. ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ഇന്ത്യയിലുള്ള ലോഞ്ചിന് മുമ്പേ തന്നെ 2 ബൈക്കിൻ്റെ ബുക്കിങ്സ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഏത് 2 ബൈക്ക് എന്നല്ല, ഡുക്കാട്ടി പാനിക്കാലെ V4 2025 എഡിഷൻ, അതെ അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ബേസ് വേരിയൻസിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് 27,72,000 രൂപയ്ക്കാണ് അവരുടെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ടാവുന്നത്. അതേപോലെ V4S വേരിയൻറ്റിലോട്ട് നോക്കുമ്പോൾ ഒരു 33,48,000 രൂപയ്ക്കാണ് അവരുടെ V4S വേരിയൻറ്റ് സ്റ്റാർട്ടാവുന്നത്. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കൊള്ളാം. ഇത്തവണ നമ്മുടെ CB യൂണിറ്റ് ഇങ്ങനെയൊക്കെ അത്യാവശ്യം പ്രൈസ് കുറവായിരിക്കുമെന്നാണ് ഇത്തവണത്തെ ബഡ്ജറ്റിലൂടെ സംതിങ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. എന്തായാലും വിലയൊക്കെ അത്യാവശ്യം കുറയുന്നതായിരിക്കും. ഡിസൈൻ വൈസൊക്കെ പഴയ പാനിക്കാല V4ൻ്റെ അത്രയും മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും നമുക്ക് വരുമ്പോൾ കാണാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഡുക്കാട്ടിയുടെ ഡെസേർട്ട് എക്സ് ഡിസ്കവറി എന്ന ബൈക്കിൻ്റെ ലോഞ്ച് വന്നിട്ടുണ്ട്. ഒരു 18,33,000 സംതിങ് രൂപയാണ്. എന്തായാലും എഡിറ്റിങ്ങിൻ്റെ ടൈം ഇവിടെ ആഡ് ചെയ്തേക്കാം. 18 lakh സംതിങ് റുപ്പീസിനാണ് അവരുടെ ഡുക്കാട്ടി ഡെസേർട്ട് എക്സ് ഡിസ്കവറി കൊണ്ടുവന്നിരിക്കുന്നത്. ഡുക്കാട്ടി ഡെസേർട്ട് എക്സ്, പിന്നെ ബേസ് വേരിയൻറ്റ്, റാലി, പിന്നെ ഡിസ്കവറി, അത് 3ാമത്തെ വേരിയൻ്റാണ് ഈ ഡിസ്കവറി വരുന്നത്. അതിൻ്റെ ഒരു ബുക്കിങ്സും സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് യമഹയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് നോക്കാം. യമഹയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യമഹയുടെ R3ക്കും MTക്കും അത്യാവശ്യം 1,10,10,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് തന്നെ വന്നിട്ടുണ്ട് യമഹയുടെ സൈഡിൽ നിന്ന്. ഇപ്പോൾ കറൻ്റ്ലി ബൈക്ക് പ്രൈസ് ചെയ്തിരിക്കുന്നത് 3,60,000 രൂപയ്ക്കാണ്. എന്ന് വെച്ച് യമഹ R3 ചാടിക്കയറി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു ന്യൂസ് കൂടിയുണ്ട്. നമ്മുടെ യമഹ R3യുടെ 2025ൻ്റെ ഒരു ഡിസൈൻ ഇന്ത്യയിൽ പേറ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു R3യിലോട്ട് ചാടാൻ നിൽക്കുവാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ്ലി ഒരു ന്യൂസ് കൂടെ കൺസിഡർ ചെയ്യണം. കാരണം 2025 R3 ഉടനെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ യമഹയുടെ സൈഡിൽ നിന്ന് തന്നെ യമഹയുടെ MT ഓൺ ആയാലും പിന്നെ R7 ഒക്കെ ഇന്ത്യയിൽ വരുന്നുണ്ട് എന്നുള്ള ചെറിയൊരു ന്യൂസ് ഇവിടെയൊക്കെ ഇൻ്റർനെറ്റിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ MT ഓണായനൊക്കെ ഇന്ത്യൻ മാർക്കറ്റ്സിൽ അവൈലബിൾ ആവുന്നത് ഒരു പ്രത്യേക ഒരു ഇത് തന്നെയായിരിക്കും. നമ്മുടെ കവാസാക്കി Z900 അന്നി, പിന്നെ നമ്മുടെ ട്രയംഫിൻ്റെ സ്പീഡ് ട്രിപ്പിൾസ്, അതിനൊക്കെ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ കിട്ടുന്ന ഒരു രീതിയായിരിക്കും നമ്മുടെ MT ഓണായൻ വരുന്നതിലൂടെ. എന്തായാലും നമുക്ക് കാണാം, കൊണ്ടുവന്നതെന്ന് പറയാം. പിന്നെ നമുക്ക് വേറെ ന്യൂസ് ചെക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോണിൻ്റെ പുതിയ 2025 വേർഷൻ വന്നിട്ടുണ്ട്. പുതിയ കംപ്ലീറ്റ്ലി ഒരു LED മീറ്റർ കൺസോൾ കൊണ്ടുവന്നിട്ടുണ്ട്, LED ഹെഡ്ലൈറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഒരു USB ചാർജിങ് സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എൻജിൻ വൈസ് കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു
ഒരു 162cc എഞ്ചിനിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഹോണ്ടയുടെ അപ്ഗ്രേഡ്സ് വരുന്നത്. പ്രൈസിങ് നോക്കുമ്പോൾ 1,19,000 രൂപ, ഓൾമോസ്റ്റ് 1,20,000 രൂപയ്ക്കാണ് അവർ പ്രൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പുതിയ ഹോണ്ടയുടെ യൂണിക്കോൺ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ MV അഗസ്റ്റ എന്ന ബ്രാൻഡ്. അവർ ഒഫീഷ്യലായിട്ടൊരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. KTM ആയിട്ടുള്ളൊരു സെപ്പറേഷൻ അവരെന്തായാലും ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്. അതെ, 2024 ഒരു ഹോൾഡിന് ശേഷം 2025 കടക്കുമ്പോൾ അവരൊരു സെപ്പറേഷൻ എന്തായാലും ഒഫീഷ്യലി ന്യൂസായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ പഴയ പാരൻറ്റ് കമ്പനി ആയിട്ടുള്ള ഇറ്റാലിയൻ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചർ ആയിട്ടുള്ള ആർട്ട് മൊബിലിറ്റി SA എന്നുള്ള ഒരു കമ്പനിക്ക് തിരിച്ച് അവരുടെ കംപ്ലീറ്റ് കൺട്രോൾ റീഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു KTMൻ്റെ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അത്യാവശ്യം ഡ്രോപ്പ് ആയ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഹോൾഡ് നമ്മുടെ MV അഗസ്റ്റ എന്നൊരു ബ്രാൻഡിൻ്റെ ഒരു ഹോൾഡ് കൂടും പിടിച്ചു വയ്ക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ ഒരു റീഗെയിൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് 2024 അത്യാവശ്യം നല്ല സെയിൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4000 മോട്ടോർ സൈക്കിൾസ് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് MV അഗസ്റ്റയ്ക്ക്. ലൈക്ക് 160% ഓഫ് ദി ഇൻക്രീസാണ് വന്നിട്ടുള്ളത് 2023 വെച്ച് നോക്കുമ്പോൾ. ആ ഒരു കാര്യത്തിൽ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. എന്തായാലും MV അഗസ്റ്റ കുറച്ചുകൂടി നന്നായിട്ട് വളരാൻ സാധിക്കട്ടെ. നമുക്കൊരു ഹാപ്പി ന്യൂസിലൂടെ ഇന്നത്തെ ന്യൂസ് വൈൻഡ് അപ്പ് ചെയ്യാൻ. നമുക്ക് ട്രയംഫിൻ്റെ തന്നെ സ്പീഡ് 1200 RS അൺവീൽ ചെയ്തിട്ടുണ്ട്. കുറേയേറെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ടെയിൽ സെഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടി സ്ലീക്കർ ആൻഡ് ഷാർപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സൈഡ് നോക്കുമ്പോൾ നമുക്ക് പുതുതായിട്ട് അവരുടെ എൻജിൻ ബ്രേക്ക് കൺട്രോൾ വരുന്നുണ്ട്, ഫ്രണ്ട് വീൽ ലിഫ്റ്റ് ഓഫ് വരുന്നുണ്ട്, പിന്നെ സ്ലൈഡ് കൺട്രോൾ എന്നിങ്ങനെ കുറേയേറെ ഫങ്ഷൻസ് ഇലക്ട്രോണിക്കലിയുള്ള ഫങ്ഷൻസൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ടുള്ള 1200 RSൽ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ 1200 RSൻ്റെ ഒക്കെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. പ്രൈസിൻ്റെ ഫിഗേഴ്സ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് ന്യൂസും ജാനുവരിയിൽ നടന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ന്യൂസൊക്കെ ഞാൻ കവർ ചെയ്തെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.